ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസിസ് വേൾഡ്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സെവനപ്പൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയാണിത്. ആ കുപ്പി നമ്മൾ സെവനപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബോട്ടിലാണിത്. ആ ബോട്ടിലുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഡെക്കറേഷൻ ഐഡിയ കാണിച്ചു തരാൻ പോകുന്നത്. മുറിച്ചെടുത്ത് 2 ഭാഗമായിട്ട് മുറിച്ചെടുത്തു. 3 ഭാഗം, ഒരു ഭാഗം നമ്മൾ കളഞ്ഞു. ഇതിൻ്റെ ഈ ഒരു ഭാഗം പിന്നെ ഈ അടിഭാഗം ഞാൻ മുറിച്ചെടുത്തു. അടിഭാഗം സെപ്പറേറ്റ് മുറിച്ചെടുത്തു. ഇതിൻ്റെ മോളിൽ ഇത് നമ്മളെങ്ങനെ ഇത് ഉരുക്കാനാണ് പോണത്. ഇതിൻ്റെ ഈ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ട് അത് ഇതിലിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഉരുക്കാനാണ് ഞാൻ പോണത്. ഇങ്ങനെ ഉരുക്കി ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നിറച്ച് മണ്ണിടും, ഇതിനകത്ത് മണ്ണിടും. പിന്നെ ഇത് ഉരുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊന്നും ഉരുകി പോകാൻ പാടില്ല. കുറച്ച് ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉരുകി പോകും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അത് ഒട്ടിച്ച് വെച്ചാലും മതി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഉറച്ച് തന്നോളൂ. ഇവിടെ അടച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ അടിയിലത്തെ ആ കള്ളിയിൽ മണ്ണിട്ട് കൊടുക്കണം നിറച്ച്. അതിനുശേഷം നന്നായിട്ട് ഉറപ്പിക്കുക. കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി ഉറപ്പിക്കുക. ഇതിനകത്ത് ഇങ്ങനെ മണ്ണ് നിറച്ച് മണ്ണിട്ട് കൊടുക്കുക. നന്നായിട്ട് അമർത്താൻ പറ്റും. നന്നായിട്ട് അമർത്തി വെച്ചു. ഇത് നന്നായിട്ട് ഉറച്ചു വിടും. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ചെടി എടുക്കാം. ഈ ചെടിയുടെ പേരാണ് റിബൺ ഗ്രാസ്. ചെടിയുടെ പേരാണ് റിബൺ ഗ്രാസ്. അപ്പോൾ റിബൺ ഗ്രാസ് എന്ന് പറയുന്ന ചെടിയാണ് ഞാനിപ്പോൾ ഈ ബോട്ടിലിനുള്ളിലേക്ക് വെക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഓരോ ഇതളും വേരോട് കൂടി അടർത്തി എടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് വെക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് വെക്കുന്നത്. ഈ ചെടിക്കൊരു പേരുണ്ട്. ഈ ചെടിയുടെ പേരാണ് റിബൺ ഗ്രാസ്. കാരണം അതിൻ്റെ ആ ഇലയുടെ സൈഡിൽ കൂടി ഒരു വെള്ള വര പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് റിബൺ ഗ്രാസ് എന്ന് പേര് വന്നേക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വെള്ളം കൊണ്ടുവരുന്ന ബോട്ടിലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതുപോലെ നമ്മളിങ്ങനെ നിരത്തി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ലൈൻ മുഴുക്കന് നമുക്കിങ്ങനെ വെക്കാം. അത്ര നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ കടയ്ക്ക ഇത് കണ്ട, ഇത് നമ്മൾ പൊക്കിയിട്ടുള്ള വല്ല സ്ഥലങ്ങളിലാണ്, ഇത് പൊങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം കണ്ട, ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ അടിഭാഗത്ത് നമുക്ക് 10 മണിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വെട്ട് കൊടുത്താൽ ഇത് മുകളിലേക്ക് നിൽക്കുകയും ചെയ്തോളും. ഈ ചെടിയുടെ ഇത് മുകളിലേക്ക് ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ അടിഭാഗം, അതായത് ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഈ ചെടിയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിലത്തെ ആ ബോട്ടിൽ പോലെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് 10 മണിയോ അങ്ങനത്തെ എന്തെങ്കിലും ചെടികൾ നടാം. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അങ്ങനെ പല ബോട്ടിലാവുമ്പോൾ പല കളറ് 10 മണി നിങ്ങൾക്ക് അങ്ങനെ നടാൻ പറ്റും അതിൻ്റെ അടിയിൽ.
അപ്പോൾ അത് ചെടിയായിട്ട് 2 തരം ചെടിയായിട്ട് അത് നിൽക്കുകയും ചെയ്യും. അടിയിൽ 10 മണി, മുകളിൽ മറ്റേ റിബൺ ഗ്രാസ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ആ താഴത്തെ മണ്ണിട്ട ഭാഗം വേസ്റ്റ് ആവില്ല. അതിൽ നിങ്ങൾക്ക് 10 മണി നടാം, പല കളർ 10 മണികൾ നടാം. അപ്പോൾ അതും അങ്ങനെയും ചെയ്യാം. ഈ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം വേണ്ടു, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. കുറച്ച് വെള്ളത്തിലൊക്കെ വളരുന്ന ചെടികളാണ് ഇത്. വെള്ളത്തിൽ വളർത്താവുന്ന ചെടിയാണ് ആ മുകളിലിരിക്കുന്നത്. അത് വെള്ളത്തിലും വളർത്താം, മണ്ണിലും വളർത്താം. അപ്പം അധികം വെള്ളമൊന്നും അതിന് വേണ്ട. ഇങ്ങനെ നമ്മൾ നടുമ്പോൾ അധികം വെള്ളമൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതൊരു 7up വാങ്ങിച്ച ബോട്ടിലാണ്. ആ 7upൻ്റെ ബോട്ടിലാണ് നമ്മൾ ഇന്ന് ഈ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെടികൾ നമ്മുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളിലൊക്കെ ഇങ്ങനെ ചെടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരില്ല. അത് തന്നെയല്ല, അത് നമ്മുടെ മുറ്റത്തായാലും നമ്മുടെ സിറ്റ് ഔട്ടിലായാലും നമ്മുടെ വീടിനകത്തായാലും നല്ല ഭംഗി തരും. അപ്പോൾ നമ്മൾ വെറുതെ വഴിയിലേക്കും അവിടേക്കൊന്നും വലിച്ചു കളയണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. നമ്മുടെ മതിലുമൊക്കെ വയ്ക്കാം. ഇത് മതിലുകളിൽ വെക്കാം. അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ചെടി വയ്ക്കാം. ഇന്ന സ്ഥലത്തൊന്നുമല്ല, പുറത്തോ മതിലിന്മേലോ മറ്റേ സ്റ്റെപ്പുകളിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ഇരുന്നത്. ഒരു പൈസ മുടക്കമൊന്നുമില്ലാത്ത, 5 പൈസ ചിലവില്ലാത്ത ഒരു കാര്യം ഒന്നും വേണ്ട. നമ്മളതൊന്ന് മുറിച്ചെടുക്കണമെന്ന് മാത്രം. അത് നമുക്കത് ഞാനിത് അടുപ്പത്ത് വെച്ച് കത്തി ചൂടാക്കിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ മുറിച്ചെടുത്തത്. എനിക്ക് മുറിച്ചെടുക്കുന്ന ബ്ലേഡോ അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കത്തി ചൂടാക്കി ഈ ബോട്ടിലുകൾ മുറിച്ചെടുത്തു. അങ്ങനെയാണ് ഞാനത് മുറിച്ചെടുത്തത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള ചെടികൾ ഈ ബോട്ടിലുകളിൽ വെക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.